ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു വർക്ക് എന്ന് വെച്ചാൽ ഐപാഡിൻ്റെ ടച്ച് ഗ്ലാസ് എങ്ങനെ മാറാമെന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കി. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ടച്ച് ഗ്ലാസ് മാറ്റാം എന്നുള്ളതും എന്താണ് റിസ്ക് എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാം. അങ്ങനെ ഐപാഡ് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് ഐപാഡ് അൺഅവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. ഓൺ ആവുന്നുണ്ട്, ടച്ച് കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ല. ടച്ച് മൊത്തത്തിൽ എന്തായാലും പോയിട്ടുണ്ട്. അപ്പോൾ ടച്ച് ആണെങ്കിൽ കസ്റ്റമർ കൊണ്ടു തന്നിട്ടുണ്ട്. അവർക്ക് ഗൾഫിൽ നിന്ന് ഏതൊരു അറബി ഇവർക്ക് കൊടുത്തതാണ്. അവർ പുതിയൊരു ഐപാഡ് വാങ്ങുന്നതുകൊണ്ട് ഇവർക്ക് ഈ പഴയത് കൊടുത്തു. അപ്പോൾ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റാനുണ്ടായി. അപ്പോൾ നമ്മൾ അയക്കുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് പറയുമ്പോൾ ഈ ഒരു സ്ക്രീൻ ഗാർഡിന്റെ മുകളിൽ വരുന്ന ഇതേപോലെ ഒരു എന്താ പറയുക ഒരു ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റ് വെച്ചുകൊണ്ട് ഇതേപോലെ എല്ലാ സൈഡും നമ്മളിത് അയക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ ഓരോ കണക്ഷൻസ് വരുന്നുണ്ട്. ഇതിന്റെ ഹോം ബട്ടൺ, ഇതിന്റെ ടച്ചിന്റെ കണക്ഷൻ, ഇതിന്റെ വൈഫൈ, ബ്ലൂടൂത്ത്, ആ ഒരു ആന്റിന കണക്ഷൻ ഒക്കെ ഈ ഒരു ഭാഗങ്ങളിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ ഇതിന്റെ ടച്ച് കണക്ഷൻ ആണ്. ടച്ച് ഓൾറെഡി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് പൊട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ അയക്കാറില്ല. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വർക്കിനോട് ഒരു എന്താ പറയുക ഒരു ഇതില്ലാത്ത മാതിരിയാണ് നമുക്കിത്. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നീറ്റ് ആൻഡ് ക്ലീനിൽ തന്നെ അയക്കണം എന്നുള്ള നിർബന്ധക്കാരനാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഡിസ്പ്ലേന്റെ അടിയിലാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത്. ഭയങ്കര ചൊറ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് മക്കളെ ഇത് അയക്കാൻ. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിപ്പോൾ അയച്ചുകൊണ്ട് ആ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ ഇത് ഡിസ്പ്ലേ പൊക്കിയിട്ട് അതിന്റെ അടിയിലുള്ള കണക്ഷന് ഞാൻ അതിന്റെ അടിയിലൂടെ ഈ വീഡിയോ എടുക്കുന്ന ഇത് എല്ലാം കൂടെ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഇത് നടക്കൂല. അങ്ങനെ കസ്റ്റമർ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള ആ ഒരു ടച്ച് ഗ്ലാസ് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കണ്ട് നമ്മൾ ടച്ചും കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണ് നോക്കി. ആ ഓക്കെ ആവുന്ന ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഉൾപ്പെടുത്താത്തതല്ല, നമ്മൾ വിട്ടുപോയതാണ്. ഇതന്നെ അല്ലെങ്കിലേ ഒരു ചൊറയായിരുന്നു. അതിന്റെ ഇടക്ക് വീഡിയോയും കൂടി എടുക്കാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിട്ടുപോയതാണ്. അങ്ങനെ ഇതിന്റെ ഹോം ബട്ടന് കണക്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് വല്ലാത്തൊരു അലാക്കിന്റെ ഔലും കഞ്ഞിരുന്ന റബ്ബേ, ഇത് ഏതിന്റെ ഇടുക്ക് കൂടി ഏതിന്റെ പാതാളത്ത് കൂടിയാണ് ഇതിന്റെ കണക്ഷൻസ് ഒക്കെ വരുന്നത്. അതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് ആലോചിക്കാൻ വയ്യ. എന്തായാലും ഈ കഷ്ടപ്പാടൊക്കെ നമ്മൾ കുറെ ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഐപാഡിന്റെ ടച്ച് ഗ്ലാസ് മാറ്റുന്നതും ഡിസ്പ്ലേ മാറ്റുന്നതും ഒക്കെ ഒന്ന് ചെയ്യുമെന്നൊക്കെ. അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോയും കൂടി ആയതുകൊണ്ട് പിന്നെ ആ കഷ്ടപ്പാട് വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നിയില്ല. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ബ്ലൂടൂത്ത്, അതേപോലെ ആന്റിന, വൈഫൈന്റെ കണക്ഷനൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. അതൊക്കെ ഓക്കെ തന്നെയാണോ, ആ ഭാഗത്ത് ഗമ്മും കാര്യങ്ങളും ഇല്ലല്ലോ എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ ഡിസ്പ്ലേന്റെ ഈ 4 ഭാഗത്തുള്ള സ്ക്രൂ കാര്യങ്ങളൊക്കെ അതേപോലെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കിയപ്പോൾ ഇതിന്റെ ഡിസ്പ്ലേന്റെ ഭാഗത്ത് നമ്മളെ കൈയിന്റെ അടയാളം പൊടി ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത്, പിന്നെ ഇതിന്റെ ഈ ടച്ച് ഗ്ലാസിന്റെ മേലെ വരുന്ന ഒരു സ്റ്റിക്കർ ഉണ്ട്. ആ സ്റ്റിക്കർ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗം ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവിടെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ആയിട്ട് നിൽക്കില്ല. അപ്പോൾ നിൽക്കാതായി കഴിഞ്ഞാൽ വീണ്ടും ആ ടച്ച് ഗ്ലാസ് ഊരി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പുതിയ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ ആ സ്റ്റിക്കർ ഊരിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഗം ഇടാൻ പാടുള്ളൂ. അങ്ങനെ ഗമ്മൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ശേഷം പഴയതുപോലെ എന്തായിരുന്നു അവിടെ കാണിച്ചിട്ടുണ്ടായ ഐപാഡ് അൺഅവൈലബിൾ എന്നാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ ടച്ച് വർക്ക് ചെയ്യുന്നില്ല. ആകെ ഞാൻ പേടിച്ചു, ടച്ച് വർക്ക് ചെയ്യാതെ. ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതിന്റെ പവർ ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് അവിടെ ടച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുമ്പോൾ അവിടെ ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആശ്വാസമായി, ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ വിൻഡോയിൽ വർക്ക് ചെയ്യില്ല എന്നുള്ളത്. ഇതുപോലുള്ള വീഡിയോകളും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിലും എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.